ഹായ് ഗായ്സ്, ഫൈനലി വേൾഡ് കപ്പ് അവസാനിച്ചിരിക്കുകയാണ്. സ്പെയിൻ തന്റെ രണ്ടാമത്തെ ലോക കിരീടം നേടിയിരിക്കുകയാണ്. ഒരുപാട് കോൺട്രവേഴ്സീസ് ഒക്കെ എന്ന വല്ലാത്തൊരു വേൾഡ് കപ്പ് ആയിരുന്നു അല്ലെ. വേൾഡ് കപ്പിന്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടൊരു ഹാഫ് ടൈം ഷോ നടത്തിയൊരു വേൾഡ് കപ്പ് കൂടെ ആയിരുന്നു ഇത്. ഒരുപാട് ആർട്ടിസ്റ്റുകളുടെ കൂടെ നമ്മുടെ BTS ഉണ്ടായിരുന്നു. ഇതുവരെ ഒരു മാച്ച് പോലും കാണാത്ത പലരും BTSന് വേണ്ടി ഇന്നലെ മാച്ച് കണ്ടിട്ടുണ്ടായിരുന്നു. ഉറപ്പാ കണ്ടിട്ടുണ്ടാവും. പക്ഷെ ചിലർക്കൊന്നും ഈ ഒരു ഹാഫ് ടൈം ഷോ എന്ന പരിപാടി അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. ഹൂ കേസ്, ഇനിയിപ്പോ അർജന്റീന തോറ്റത് ഇതുകൊണ്ടാണെന്നൊക്കെ പറയുവോ. അപ്പം ബാക്ക് ടു ദി ടോപ്പിക്. കൂക്കിന്റെ ബാക്കിയുള്ള 6 കൂക്കികളെ പെർഫോം ചെയ്യാൻ കൊണ്ടുവന്നു. ശരിക്കും പറഞ്ഞാൽ ആ സമയം അടുത്തു തുടങ്ങിയപ്പോ തൊട്ട് നെഞ്ചിരിപ്പ് കൂടിയതാ. നോർവേയുടെ വൈക്കിംഗ് റോവർ ട്രിബ്യൂട്ട് നൽകിക്കൊണ്ടായിരുന്നു BTSന്റെ ഷോ തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. ജങ്കുക്ക് പെട്ടെന്നായിരുന്നു ഡൈനമൈറ്റ് പാടി വന്നത്. അയ്യോ എന്നും പറഞ്ഞു വരുന്ന ഞാൻ വിചാരിച്ചേ, പക്ഷെ തന്നത് ഡൈനമൈറ്റ്. പെർമിഷൻ ടു ഡാൻസ് ആയിരിക്കും എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ബോഡി ടു ബോഡിയാണ് വിചാരിച്ചേ. വാട്ടെവർ, ഒട്ടും നിരാശപ്പെടുത്തില്ല. ഉപ്പോളം വരുമ്പോ ഉപ്പിലിട്ടത് എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ഐക്കോണിക് ഡൈനാമൈറ്റ് തന്നെ. ഇത് കൂടുതൽ എന്ത് വേണം? ആകെ 1 മിനിറ്റും 50 സെക്കൻഡ് മാത്രമേ പെർഫോമൻസ് ഉണ്ടായിരുന്നുള്ളൂ. എങ്കിലും ആ ഒരു സമയത്തിന്റെ ഉള്ളിൽ സ്റ്റേഡിയം തകർത്തു എന്ന് തന്നെ പറയാം. ലിറിക്സിൽ ചെറിയ മാറ്റമൊക്കെ വരുത്തിയിട്ടുണ്ട്. എല്ലാം കഴിഞ്ഞ് ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന മട്ടിലായിരുന്നു എല്ലാവരും സ്റ്റേഡിയത്തിൽ കയറി ഇരുന്നിട്ടുണ്ടായിരുന്നത്. കളി കാണാനൊന്നും വലിയ ഇൻട്രസ്റ്റ് ഇല്ലാത്ത പോലെ. മേ ബി ഹാളണ്ട് ഇല്ലാത്തോണ്ടായിരിക്കും. വേൾഡ് കപ്പിന്റെ ഇടയിൽ നമ്മളെ റെപ്രസെന്റ് ചെയ്ത്, അതായത് ആർമിനെ റെപ്രസെന്റ് ചെയ്ത ഒരാളുണ്ടായിരുന്നു, സ്പീഡ്. ഏറ്റവും ഇഷ്ടപ്പെട്ട ബാൻഡ് BTS ആണെന്ന് മുമ്പേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇങ്ങനൊരു ക്രോസ് ഓവർ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. കണ്ടപ്പോൾ തന്നെ ഹോപ്പേട്ടൻ കുറെ കാലത്തിന് ശേഷം സെയിം എനർജി വൈബുള്ള ഒരാളെ കാണുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത്. സ്പീഡിന്റെ ഫാൻസ് ഒക്കെ സ്പീഡിനെക്കാളും കുറച്ചുകൂടി ഓവർ സ്പീഡാണ്. അത് പെട്ടെന്നാണ് നമ്മുടെ ഷുഗേട്ടനും. സ്പീഡിനെ കണ്ടപ്പോൾ മുതൽ ഐഷോ സ്പീഡ് എന്ന് പറയുന്നുണ്ടായിരുന്നു. സ്പീഡാണെങ്കിൽ എല്ലാരും വന്ന് കെട്ടിപ്പിടിക്കുന്നുണ്ട്. ഇനി കുക്കിനെ നോക്കൂ, കെട്ടിപ്പിടിക്കാൻ മുട്ടിയിട്ടാണെന്ന് അറിയില്ല, എയറിൽ നിന്ന് ചാടുന്നുണ്ടായിരുന്നു. എന്നിട്ട് സ്പീഡിന്റെ വക ഒരു തലകുത്തി മറിച്ചിലും. ഐ എം ഷുവർ കുക്കി നെക്സ്റ്റ് ചെയ്യാൻ പോണ ചലഞ്ച് ഇതായിരിക്കും. എന്റെ പൊന്നു സ്പീഡ്, എല്ലാവരും കെട്ടിപ്പിടിക്കുന്ന തിരക്കിൽ നീ ഞങ്ങളുടെ ഏഞ്ചലിനെ മിസ്സാക്കി. അത് നിനക്കൊരു നഷ്ടം തന്നെയാണ്. ശരിക്കും സ്പീഡ് ഒരു സംഭവം തന്നെയാണ്. ഒരു കുഞ്ഞു റൂമിൽ നിന്ന് സ്ട്രീം ചെയ്ത് അവൻ ഇത്രത്തോളം എത്തിയില്ലേ. മാത്രമല്ല വേൾഡ് കപ്പിൽ പെർഫോം ചെയ്യുകയും ചെയ്തു. ആരൊക്കെ എന്തൊക്കെ കളിയാക്കിയാലും തള്ളി പറഞ്ഞാലും അത് അവന്റെ വലിയൊരു വിജയം തന്നെയാണ്. അത് ആർക്ക് മനസ്സിലായില്ലെങ്കിലും BTSന് മനസ്സിലാവും. ശരിക്കും ഒരു ആർമി BTSനെ കാണുമ്പോൾ എങ്ങനെയാണോ ആ ഒരു റിയാക്ഷനാണ് ഞാൻ സ്പീഡിൽ കണ്ടത്. അപ്പോൾ ഓക്കെ, ബൈ ആർമീസ്. അടുത്ത വീഡിയോയിൽ കാണാം.